ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിപ്പം എല്ലാവർക്കും ജീപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ വില്ലീസ് ജീപ്പ് ആയിരിക്കും ആദ്യമേ തന്നെ എത്തുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീപ്പ് ആ ഒരു ഫോം എല്ലാവരുടെയും നമ്മുടെ മനസ്സിലെല്ലാം, അല്ലെങ്കിൽ ഒരു വാഹന പ്രേമികളായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ളവർക്കോ ഒക്കെ നമുക്ക് ജീപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ജീപ്പ് പാസ് ചെയ്താൽ പോലും നമുക്ക് എല്ലാവർക്കും ഒന്ന് നമ്മുടെ കണ്ണൊന്ന് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ അതിലേക്ക് നമ്മുടെ ഒരു അറ്റൻഷൻ പോകും എന്ന് പറയുന്ന പോലെ ജീപ്പിൻ്റെ ആ ഒരു എലമെൻറ്റ്സ് എല്ലാം കുറേ ഡിസൈനിലാണെങ്കിലും ആ ജീപ്പിൻ്റെ കുറേ കൾട്ട് എലമെൻറ്റ്സ് ഒക്കെ അതേപോലെ റീറ്റെയിൻ ചെയ്തു വരുന്ന ഒരു മോഡലുമായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. ജീപ്പ് റാംഗ്ലർ. യെസ്, അപ്പം നമ്മുടെ ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ എന്ന് പറയുന്ന വേരിയൻ്റായിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. റാംഗ്ലറിൽ നമുക്ക് രണ്ട് വേരിയൻ്റാണ് വരുന്നത്, ഒന്ന് അൺലിമിറ്റഡും റൂബിക്കോണും. ഇങ്ങനെ രണ്ട് വേരിയൻ്റാണ്. അതിൽ റൂബിക്കോൺ എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. റൂബിക്കോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് വിസിബിൾ ആയിട്ടുള്ള, അതായത് പുറമേ നോക്കുമ്പോൾ ഒരു എസ്തറ്റിക്കിലുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് റൂബിക്കോണിലേക്ക് വരുമ്പോഴത്തേക്കിന് മെയിൻ ഹൈലൈറ്റ് ടയേഴ്സ് വരുമ്പോഴത്തേക്കിനും നമുക്ക് മട്ടറൈൻ ടയേഴ്സാണ് വെഹിക്കിളിൽ സ്റ്റോക്കായിട്ട് വരുന്നത്. അൺലിമിറ്റഡിലേക്ക് വരുമ്പോഴത്തേക്കിന് ഹൈവേ ടെറൈൻ ആയിരിക്കും. പിന്നെ അലോയ്സിലൊക്കെ ചെറിയ ഡിഫറൻസ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് മാറ്റങ്ങളാണ്, അതായത് നമ്മുടെ എസ്തറ്റിക് മാറ്റങ്ങൾ വരുന്നത്. മെക്കാനിക്കലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഡ്രൈവ് വീഡിയോയിൽ പറയാം. ഇനിയിപ്പോൾ നമുക്ക് റാംഗ്ലറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വില്ലീസ് ജീപ്പ്, അത് നമുക്ക് എല്ലാവർക്കും 1941 ഒരു മാസ് പ്രൊഡക്ഷനായിട്ട് ആ ഒരു വെഹിക്കിൾ വന്നത്. അത്രയും വർഷത്തെ ഒരു ലെഗസി ഉള്ള ഒരു വെഹിക്കിളാണ്. പിന്നെ നമ്മുടെ ഈ റാംഗ്ലർ വന്നിട്ട് ഒരു 1987 ലെജൻഡറി SUV അല്ലെ ഈ റാംഗ്ലർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1987. അതിന് തൊട്ട് മുമ്പായിട്ട് CJ5 ആയിരുന്നു. പിന്നെ റീപ്ലേസ് ചെയ്തൊരു 30 വർഷത്തോളം അതിൻ്റെ ഒരു മാസ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് CJ7 റീപ്ലേസ് ചെയ്ത് വന്നു. അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു റാംഗ്ലർ ബോൺ ആകുന്നത്. ഞാൻ പറഞ്ഞ പോലെ 87. പിന്നെ 2016 ആനിവേഴ്സറി എഡിഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ബ്രോൺസ് കളറിലൊക്കെ ഫുള്ള് ഒരു കളറിൽ വന്നിട്ട് അലോയ്സും അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ഓർമ്മയിൽ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് വന്ന ആ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ്. ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ആ ഒരു ഐക്കണിക് 7 സ്ലോട്ട് ഗ്രില്ല്, അതിലാണ് ചെറിയൊരു ഡിഫറൻസ് വന്നത്. അതായത് പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലുമായിട്ട് നോക്കുമ്പോഴുള്ള വ്യത്യാസം വന്നിരിക്കുന്നത് കണ്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു ഇൻസേർട്സ് ഒക്കെ ഇവിടെ ഒരു ഗ്രേ ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ഈ വെഹിക്കിളിൻ്റെ ഏറ്റവും വലിയൊരു മാസ്കുലിൻ ലുക്ക് അല്ലെങ്കിൽ ഈ ഒരു അഗ്രസീവ് ലുക്ക് തന്നെയാണ് നമ്മളെ ഈ വെഹിക്കിളിലേക്ക് കൂടുതൽ ഹരം കൊള്ളിക്കുന്നത്. ഇതിൻ്റെ ഈ റഫ് ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഈ വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ ഇച്ചിരി അധികം വാചാലനായി പോകും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എന്നെ സംബന്ധിച്ച് ഇഷ്ടമുള്ള അല്ലെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു വെഹിക്കിൾ ഒന്നാണിത്. അപ്പം ഇതിനെപ്പറ്റി പറയുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ എൻ്റെ വായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം ഭയങ്കരമായ ലുക്കാണ് അതായതെന്നൊക്കെ ഞാൻ ചിലപ്പോൾ പറഞ്ഞു പോയെന്നിരിക്കും. അതുകൊണ്ട് എക്സ്ക്യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ജീപ്പിൻ്റെ എലമെൻറ്റ്സ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പ്രധാന കാരണം ഈ റൗണ്ടഡ് ഈ ഹെഡ് ലാംപ്സ് ഒക്കെ ആ ഒരു രീതിയിൽ തന്നെ റീറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമുക്കറിയാവുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 7 സ്ലോട്ട് ഗ്രില്ല് ഐക്കണിക്കായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ക്യാമറ കൊടുത്തത്, ഇത് ഓഫ് റോഡ് ക്യാമറയാണ്. നമുക്ക് ഓഫ് റോഡ് കണ്ടീഷനിലൊക്കെ പോകുന്ന സമയത്ത് നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു ഓഫ് റോഡിങ് സ്റ്റൈലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടും കൂടെ ആണ് ഈ ഒരു ക്യാമറ കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫെൻഡറിലായിട്ടാണ് DRLs കൊടുത്തേക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നത്. റിഫ്ലക്റ്റേഴ്സാണ് ഈ കൊടുത്തേക്കുന്നത്. ബമ്പറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സോളിഡായിട്ടുള്ള രീതിയിലുള്ള ബമ്പറാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഫോഗ് ലാംപ്സ് കൊടുത്തേക്കുന്നത് കാണാം. രജിസ്ട്രേഷൻ പ്ലേറ്റ്. ഇവിടെ നമുക്ക് സെൻറ്ററിൽ ഇങ്ങനെ കയറിയിരിക്കാൻ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക. നല്ല അടിപൊളിയായിട്ട് ഒരു രീതിയിലും ഒരു കുഴപ്പവും ഇല്ലാത്തൊരു ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബോണറ്റ് ലെങ്ത് തന്നെ നോക്കിയാൽ ഇത്രയും ഒരു ലെങ്താണ് ഈ ഒരു ബോണറ്റിൻ്റെ ഒരു ലെങ്ത് വന്നേക്കുന്നത് വെഹിക്കിളിന്. റൂബിക്കോൺ എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ മുകളിൽ ഇവിടെ ഈ ഒരു സ്കൂപ്ഡായിട്ട് ഇവിടെ എയർ വെൻസ് കൊടുത്തിട്ടുണ്ട് ഹുഡിൽ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോണറ്റ് ഫുള്ളായിട്ട് മുകളിലോട്ട് മറിച്ചിടുന്ന സമയത്ത് ഈ ഗ്ലാസിൻ്റെ ഇവിടെ വന്ന് നമുക്കിത് പ്രൊട്ടക്ടറായിട്ട് നിൽക്കും. ഇതിൽ വന്ന് ഈ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കൊടുത്തേക്കുന്നത്. പിന്നെ അതേണ്ട ഇവിടാണ് ഈ ഒരു ലൈൻ പോലെ കാണുന്നതാണ് ഈ വെഹിക്കിളിൻ്റെ ആൻറ്റിന. നമുക്ക് ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ക്യാമറയാണ് ആ കാണുന്നത്.
ഫ്രണ്ടിലും പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം. അതെ, 4 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോണറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്നത് ദേ ഇവിടുന്ന് ഈ രീതിയിലാണ്. നല്ല ചൂടായിരിക്കും, എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. യെസ്, അതാണ് നമ്മുടെ എൻജിൻ ബേ. നമുക്ക് ഇതൊന്ന് വെച്ച് കാണിക്കാം. 2 ലിറ്റർ എൻജിനാണ്. നമുക്ക് എൻജിൻ സ്പെക്കിലേക്കൊക്കെ നമുക്ക് ഡ്രൈവ് വീഡിയോയിൽ പറയാം. നല്ല രീതിയിൽ ആ ഒരു ഇൻസുലേഷൻ കൊടുത്ത് നല്ല ഇതിൽ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് മറിച്ചിടാൻ പറ്റും. അപ്പോൾ മറിച്ചിടുന്ന സമയത്ത് അതിനാണ് ആ ഒരു പ്രൊട്ടക്ടർ നമ്മൾ കൊടുത്തേക്കുന്നത്, കമ്പനി അവിടെ കൊടുത്തേക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ശ്രദ്ധിച്ചാണ് ഈ വെഹിക്കിളിൽ കൊടുത്തേക്കുന്നത്. യെസ്, ഇത് തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കഴിഞ്ഞു, എത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വിൻഷീൽഡ് നമുക്ക് തിരിച്ചിങ്ങോട്ട് വേണേലും മറിച്ചിടാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള എല്ലാ രീതിയിലും ഈ വെഹിക്കിളിന് ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും അക്ഷരം തെറ്റാതെ പറയാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. കാരണം ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു നല്ല രീതിയിലൊരു ടെറൈനിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ ഈ റൂഫ്, ഇതിപ്പോൾ ഹാർഡ് ടോപ്പാണ്. ഈ ഒരു ഹാർഡ് ടോപ്പ് നമുക്ക് വേണമെങ്കിൽ റിമൂവബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഹാർഡ് ടോപ്പാണ്, നമുക്ക് ഫുള്ളി എടുത്ത് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോർ ഫ്രെയിംസ് ഫുള്ളി നമുക്ക് ഊരി മാറ്റാൻ പറ്റും. ഈ ഒരു ഹിഞ്ചസ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ടല്ലേ, ഇത് ഭംഗിയാണ്. അതൊക്കെ നല്ല ആ ഒരു വെഹിക്കിളിൻ്റെ ഒരു അഗ്രസീവ് ലുക്ക് തരുന്ന രീതിയിലാണ് ആ ഹിഞ്ചസ് കൊടുത്തേക്കുന്നത്. ആ ഒരു ബോൾട്ട് അതിലൊക്കെ നല്ല ആ ഒരു ഫുള്ളി അതൊരു എന്താ പറയുക, നേക്കഡായിട്ട് തന്നെ അത് കൊടുത്തേക്കുവാണ്. അതൊക്കെ തന്നെയാണ് ഈ വെഹിക്കിളിനെ ഈ ഒരു ഡിസൈൻ, അല്ലെങ്കിൽ നമുക്കിതിനെ കൂടുതൽ ഇഷ്ടപ്പെടാനും ഒരു കാരണം തന്നെ വരുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടേ ഈ റൂബിക്കോണുള്ള ബാഡ്ജിങ് കാണാം. ഈ ഒരു ഫെൻഡർ, ഇതും ഒരു ഐക്കണിക് ആയിട്ടുള്ള ആ ഒരു സ്ക്വയറിഷ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു ഫെൻഡർ വരുന്നത്. പിന്നെ ടയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ വെഹിക്കിളിൽ ഇതിപ്പം ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. നമ്മുടെ ഈ ഒരു വെഹിക്കിളിൽ ഇപ്പോൾ കിടക്കുന്ന ഓൾ ടെറൈനാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ റൂബിക്കോണിൽ നമുക്ക് ആ ഒരു മട്ടറൈൻ ടയേഴ്സാണ് നമുക്ക് സ്റ്റോക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു ടയർ സൈസ് എന്ന് പറയുന്നത് 265/65 R17 ടയർ സൈസ് വരുന്നത്. ദേ ഇവിടെ നമുക്ക് ആ ഒരു വില്ലീസ് ജീപ്പ് കാണാൻ പറ്റും. അലോയ്സൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ബ്ലാക്കും സിൽവർ ഫിനിഷിങ്ങും രീതിയിലാണ് വരുന്നത്. ഇതേണ്ട ഇവിടെ നമുക്ക് വില്ലീസ് കാണാം. കുറേ ഈസ്റ്റർ എഗ്സ് നമുക്ക് വെഹിക്കിളിൻ്റെ പല ഭാഗത്തായിട്ടും കാണാൻ പറ്റും. ട്രെയിൽ റേറ്റഡ് എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കൊടുത്തേക്കുന്നതാണ് 4x4. ജീപ്പ് തന്നെ ചെയ്യുന്ന ഒരു ഓഫ് റോഡിങ് ഇവൻറ്റിൻ്റെ ഒരു പേരാണത്. പിന്നെ ജീപ്പ് റാംഗ്ലർ എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. താഴെ ഈ റാംഗ്ലർ എന്നുള്ളത് സ്റ്റിക്കറിങ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെയും വേണ്ട ഈ ഒരു ഫെൻഡർ സൈഡിലും ഇവിടെ ഒരു എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 864 mm ആണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി. അത്യാവശ്യം നല്ല വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ആണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. ഇനിയിപ്പോൾ സൈഡ് മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വലുപ്പത്തിലുള്ള ഒരു മിററാണ് കൊടുത്തേക്കുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫോൾഡബിളും ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിളും ഒക്കെ വരുന്നുണ്ട്. ഡ്രിപ്പ് റെയിലൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ വീൽ ബേസ് എന്ന് പറയുന്നത് 3007 mm ആണ് വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ വീൽ ബേസ് വരുന്നത്. 237 mm ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഡോർ ഹാൻഡിലിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കീ അല്ലാതെ ഇട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിഞ്ചസൊക്കെ നമുക്ക് ആ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബാക്കിലത്തെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ആ ഒരു ചെറിയൊരു വിൻഡോ ലൈനാണ് കൊടുത്തേക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലൊക്കെ ആ ഒരു ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത്. ബാക്കിലും ഈ ഒരു വീൽ ആർച്ചസ് ആ ഒരു സ്ക്വയർ ടൈപ്പ് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ബാക്കിലും ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണ്ട ഈ ഒരു റോൾ കേജ് ഒക്കെ കൊടുത്തേക്കുന്നതാണ്. ഈ ഒരു ഹാർഡ് ടോപ്പ് ഊരി കഴിയുമ്പോഴത്തേക്കും ഈ റോൾ കേജ് ഒക്കെ നല്ല വിസിബിളായിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. നമുക്ക് റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഒരു ബോക്സ് ഡിസൈൻ തന്നെ പറയാം. ഇവിടെ നമുക്ക് ഒരു ഡിഫോർഗറും വൈപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മട്ടറൈൻ ടയേഴ്സ് വരുന്നത്. ഇതാണ് നമുക്ക് വെഹിക്കിളിൽ സ്റ്റോക്ക് വരുന്ന ടയർ. ഇതിനല്ലേ മട്ടറൈൻ.
BF ഗുഡ്രിഡ്ജിൻ്റെ ഈ സെയിം ബ്രാൻഡ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്റ്റോക്ക് വരുന്നത്. എന്തായാലും ഇത്തരം മട്ടറേനാണ് നമുക്ക് ഈ ഒരു റൂബിക്കോണിൽ വരുന്നത്. അൺലിമിറ്റഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഹൈവേ ടെറൈനാണ് വരുന്നത്. ഇനിയിപ്പം ആ ഒരു ടെയിൽ ലാമ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ LED ടെയിൽ ലാമ്പാണ് കൊടുത്തേക്കുന്നത്. അതൊരു ബോക്സ് ഡിസൈനാണ് ഫോളോ ചെയ്തേക്കുന്നത്. താഴെ നമുക്ക് ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്, സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദേ ഇവിടെയാണ് ക്യാമറ കൊടുത്തേക്കുന്നത്, റിവേഴ്സ് ക്യാമറ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഹൈ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ഹുക്ക് കൊടുത്തേക്കുന്നത് കാണാം. ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാൻ. ഇവിടെ നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിലും റിക്കോ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ഫ്ലിപ്പ് ചെയ്യുന്നത് ഇങ്ങനെ 2 രീതിയിലാണ് നമുക്ക് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത്. നല്ല വിശാലമായ ബൂട്ടാണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. ആൽപൈൻ്റെ ഒരു സബ് വൂഫറാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് 9 സ്പീക്കർ സിസ്റ്റം ആണ് വെഹിക്കിളിൽ വരുന്നത് ആൽപൈൻ്റെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ റോൾ കേജ്. ഇതൊക്കെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടില്ലേ, ഇവിടെ ഈ വെഹിക്കിളിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഡിസൈൻഡ് ബൈ USA, മാനുഫാക്ചറിങ് ഇൻ ഇന്ത്യ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 2022 ശേഷം മുതൽ ആണ് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത US കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീപ്പിൻ്റെ വെഹിക്കിൾ പ്രൊഡക്ഷൻ വരുന്ന ഏക ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പം അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇവിടെ നമ്മുടെ പഴയ വില്ലീസ് 1941 എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിങ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ വേറൊരു ഹൈലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഹോൾസ് കണ്ടോ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഫുൾ ഫ്രെയിമായിട്ട് ഈ ഡോറൊക്കെ ഫുൾ ഊരാണ്. ആ ഡോറൊക്കെ ഊരി മാറ്റുന്ന സമയത്ത് കുറേ നട്ട്സും ബോൾട്ടൊക്കെ വരില്ല. അതൊക്കെ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്പനി അതെല്ലാം കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ വിൻഷീൽഡ് എന്ന് അതൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഹുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ആ നിൽക്കുന്നത് എൻ്റെ മോളാണ്. ഓക്കെ, ടാറ്റ പറ. ഇനിയിപ്പോൾ നമുക്ക് ഇന്റീരിയർ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചവിട്ടി അല്ലെങ്കിൽ ഈ ഹാൻഡിലൊക്കെ പിടിച്ച് വേണം കയറാൻ. യെസ്, അപ്പം നമ്മുടെ റാംഗ്ലറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഴയ മോഡലിൽ അപ്പം ആ വെഹിക്കിളിൽ പണ്ട് ബോഡി കളറായിട്ടുള്ള രീതിയിൽ ഈ ഒരു ഭാഗത്ത് വരുമായിരുന്നു. റെഡ് വണ്ടിയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ റെഡ് കളറിൽ വരുമായിരുന്നു. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ അതെല്ലാം ഫുള്ളി ബ്ലാക്ക് ആയിട്ട് വന്നു. ഇവിടെ റെഡ് സ്റ്റിച്ചിങ് കൊടുത്തേക്കുന്നത് കാണാം. ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. നമ്മൾ ജീപ്പിലൊക്കെ കയറുമ്പം ആ ഒരു അതേ ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഫ്രണ്ട് ആ ഒരു ഡാഷൊക്കെ ഫുള്ള് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ പറയണം. ഇവിടെ കുറച്ച് ഒരു റബ്ബറി ഫീലിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട്. ചെറിയ എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ ആണ്. 12.5 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നാവിഗേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് AC-യുടെ ആ ഒരു കൺട്രോൾസും കാര്യങ്ങളൊക്കെ അതാണ് കൊടുത്തേക്കുന്നത്. മീഡിയ നമുക്ക് ആവശ്യമില്ല, കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. ടച്ചൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഗ്രാഫിക്കിൻ്റെ ഒരു കളർ ടോൺ ആണെങ്കിലും വളരെ അട്രാക്റ്റീവായിട്ട് തന്നെയാണെന്ന് പറയുന്നത്. അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൈൽഡ് എഫക്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ജീപ്പിൻ്റെ വെഹിക്കിളിൻ്റെ ആ ഒരു നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം നമ്മൾ കോമ്പസിലാണെങ്കിൽ പോലും നല്ല രസം, ഒരു മൈൽഡ് കളർ ടോണിലാണ്. നല്ല എന്നാൽ അട്രാക്റ്റീവായിട്ട് നമുക്ക് എല്ലാം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ തന്നെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് പിച്ച് റോള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വെഹിക്കിളിൻ്റെ ഓഫ് റോഡ് സ്റ്റാറ്റിക്സ് ഒക്കെയാണ് അതൊക്കെ കൊടുത്തേക്കുന്നത്. യെസ്, അതൊക്കെ അത്രയാണ്. ഇനിയിപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 AC വെൻസ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ക്ലൈമട്രോണിക് AC-യുടെ കൺട്രോൾസ് ഒക്കെയാണ് ഈ കാണുന്നത്. ഡ്യുവൽ സോൺ AC ആണ് വെഹിക്കിളിൽ വരുന്നത്. ഇവിടെ നമ്മുടെ ആ ഒരു ഓഡിയോ കൺട്രോൾസിൻ്റെ ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ രണ്ട് വോളിയം ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു ചെറിയൊരു റബ്ബറി ഫിനിഷിലാണ് ഇതൊക്കെ കൊടുത്തേക്കുന്നത്. നമുക്ക് ഒരു കുറച്ച് കൺട്രോൾസൊക്കെ കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്.
ഈ സ്ക്രീനൊക്കെ ആണ് ഇവിടെ ഓഫ് ചെയ്യാൻ ഒരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് എ പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഓക്സ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന സ്വിച്ചസ് എന്ന് പറയുന്നത് നമുക്ക് പവർ വിൻഡോ സ്വിച്ചസുകളാണ്. ഈ ഒരു വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി നമുക്കൊരു വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിലൂടെയും ചളിയിലൂടെയും ഒക്കെ പോകുന്ന ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പോകുകയാണെങ്കിലൊക്കെ നനഞ്ഞാലൊന്നും നമുക്ക് ഒന്നും പറ്റത്തില്ല ഇൻറ്റീരിയറിലുള്ള കമ്പോണൻസിനൊക്കെ. അപ്പോൾ ആ രീതിയിലാണ് കൊടുത്തത്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇവിടെ നമുക്ക് ആ ഒരു രീതിയിൽ പവർ വിൻഡോസ് കൊടുത്തേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഡോറൊക്കെ അഴിച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കൺട്രോൾസ് നമുക്ക് ഇവിടെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ കൊടുക്കുന്നത്. ഇലക്ട്രിക്കൽസ് ഒന്നും അതിലേക്ക് ഡോറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതി കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു സിഗരറ്റ് ലൈറ്റർ പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഡിഫറൻഷ്യൽ ലോക്കിൻ്റെയാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് പിന്നെ റിയർ, ഫ്രണ്ട് പ്ലസ് റിയർ ആ രീതിയിലാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ ഓഫ് റോഡ് പ്ലസ് എന്ന് പറയുന്നൊരു മോഡുണ്ട്. പിന്നെ സ്വേ ബാർ, ഇലക്ട്രോണിക്കലി നമുക്ക് സ്വേ ബാർ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. സ്വേ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫ് റോഡ് സംബന്ധമായിട്ട് കുറച്ചുകൂടെ നമ്മുടെ ഒരു സസ്പെൻഷൻ്റെ ആർട്ടിക്കുലേഷൻസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്ന ഒരു കാര്യമാണ് ഈ സ്വേ ബാർ. സ്വേ ബാർ ഡിസ്കണക്ട് ചെയ്യുമ്പോഴത്തേക്കിനും വെഹിക്കിളിൻ്റെ ഒരു ട്രാക്ഷൻ, ആ ഒരു ടെറൈനുമായിട്ടുള്ള ഒരു ട്രാക്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കും. വെഹിക്കിൾ കുറച്ചുകൂടെ ആ ഒരു വീല് കുറച്ചുകൂടെ കോണ്ടാക്റ്റ് കൂടുതലായിരിക്കും. അതാണ് ഈ ഒരു സ്വേ ബാർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അത് ഒരു നല്ല രീതിയിലുള്ള ഒരു ഹെവി ഓഫ് റോഡിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്. ഈ ഓക്സ് 1 2 3 4 നമുക്ക് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ലൈറ്റ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് വെഹിക്കിളിൽ വരുന്നത്. ZF ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ZFൻ്റെ ഗിയർ ബോക്സ്. അതിൽ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, മാനുവൽ കൊടുത്തിട്ടുണ്ട്, മാനുവൽ മോഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ഒരു കീ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കീ വരുന്നത്. ലോക്ക്, അൺലോക്ക്. പിന്നെ ഇത് നമുക്ക് വെഹിക്കിൾ വേണമെങ്കിൽ ഇതിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫീച്ചറുണ്ട്. ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു റബ്ബറി ഫീൽഡിലാണ് അത് കൊടുത്തേക്കുന്നത്. പവർ ട്രാൻസ്ഫർ കേസാണ് ഈ കൊടുത്തേക്കുന്നത്. 2H 4H പാർട്ട് ടൈം വരുന്നുണ്ട്. പിന്നെ 4L കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് ആണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെറൈൻ ഏതാണോ ആ ടെറൈൻ അനുസരിച്ച് വെഹിക്കിൾ സെൻസ് ചെയ്ത് ആ രീതിയിലും മാറും. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഒരു 4 വീൽ ഡ്രൈവ് ആ രീതിയിൽ. ഇപ്പോൾ നമ്മളൊരു സ്നോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെറൈനിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു കണ്ടീഷനിലൊന്നും നമുക്ക് സ്നോയുടെ ഒന്നും ഇത് വരുന്നില്ല. പിന്നെ നമുക്ക് ലഡാക്കിലൊക്കെ പോവുകയാണെങ്കിൽ അത് അവിടെ ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പോവുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ സ്നോ വീഴുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് സെൻസ് ചെയ്ത് ആ ഒരു ടെക്നോളജിയും ഇപ്പം പുതിയ ഈ ഒരു റൂബിക്കോണിൽ ഇതിൽ വന്നിട്ടുണ്ട്. ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് സിസ്റ്റം വന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്കൊക്കെ നമുക്ക് ആ ഒരു മാനുവൽ രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല വലിപ്പത്തിലായിട്ട് തന്നെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആംബ്രസ്റ്റ് താഴെ ഇവിടെയും നേടാണ്ടില്ലേ ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കാം. പക്ഷെ നല്ല വലിപ്പത്തിലുള്ള ആംബ്രസ്റ്റാണ്. സീറ്റൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ റൂബിക്കോൺ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ബോൾസ്റ്റേഴ്സൊക്കെയാണ്. നല്ല രീതിയിൽ ഹഗ് ചെയ്തിരിക്കുന്ന ഫീലുണ്ട്. പിന്നെ ഈ വെഹിക്കിളിൽ നമുക്ക് ഹീറ്റിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിലും നമുക്ക് ആ ഒരു ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തേക്കുന്നത്. US ബ്രാൻഡ് ആയതുകൊണ്ടായിരിക്കും അതിൽ നമുക്ക് വെന്റിലേറ്റഡ്, അതായത് കൂളിംഗ് ഫംഗ്ഷൻ വരുന്നില്ല. ഇതിലൊരു ഹീറ്റിംഗ് ഫംഗ്ഷനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, സൺ വൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് വാനിറ്റി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലും ആ രീതി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ റൂഫ് നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞത് ഈ ക്ലാമ്പ് താഴോട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഊരാൻ പറ്റും. കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ബാക്കിലോട്ട് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ മൊത്തത്തിൽ അതായത് ഫുള്ള് റൂഫ് മൊത്തത്തിലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തേക്കുന്ന റൂഫ്. അതൊക്കെ നല്ല ഒരു കാര്യമാണ്. ഇവിടെയും നമുക്ക് ഗ്രാബ് ഹാൻഡിൽ കാണാം. പിന്നെ ഇവിടെയും ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിടിച്ചൊക്കെ ഇരിക്കാനായിട്ട്. ഓഫ് റോഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്കിതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും ഗ്രാബ് ഹാൻഡിലൊക്കെ കൊടുത്തേക്കുന്നത്. ഇതേണ്ട ആ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറ് നമുക്ക് അഴിച്ചു മാറ്റാൻ വേണ്ടി വളരെ എളുപ്പത്തിലുള്ള ആ ഒരു ഇത് കണ്ടില്ലേ കൊടുത്തേക്കുന്നതൊക്കെ, അതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും നമുക്ക് ഇലക്ട്രിക്കലി ഉള്ള വയേഴ്സും കാര്യങ്ങളും ഒന്നും നമുക്ക് ആ ഡോറിലേക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് അവിടെ നമ്മുടെ ഫയൽ പോക്കറ്റ്സ് കാണാം. ആ ഒരു ഡോർ പാഡ് ഫുള്ള് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ്. ആ ഒരു ഡോർ ലിവർ മാത്രമാണ് നമുക്ക് ഒരു സിൽവർ ഫിനിഷിൽ വരുന്നത്. ഡോർ ലോക്ക് ബട്ടണാണ് കാണുന്നത്.
IRVM ഒക്കെ ഓട്ടോ IRVM ആണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ക്യാമറ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ. യെസ്, ദേ ഇതാണ് ഇത് ഫ്രണ്ട് വ്യൂ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. ഇനിയിപ്പോൾ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. വളരെ കംഫർട്ടബിളായിട്ട് പിടിച്ചിരിക്കുന്നത്. ഇവിടെ റെഡ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തേക്കുന്നതാണ്. ജീപ്പ് എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തേക്കുന്നതാണ്. അതിൻ്റെ ചുറ്റിനുമായിട്ട് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ ഓൺ ആക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒക്കെയാണ് ആ കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഈ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 ഇഞ്ചിൻ്റെ ഒരു സെൻട്രലായിട്ട് നമുക്കൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നമുക്ക് അനലോഗ് മീറ്റേഴ്സാണ് കൊടുത്തേക്കുന്നത്. സ്പീഡോമീറ്റർ ഇവിടെ കാണാം. ലെഫ്റ്റ് സൈഡിൽ RPM മീറ്റർ കാണാം. ഓയിൽ ടെമ്പറേച്ചർ, സ്പീഡോമീറ്റർ, റേഡിയോയുടെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. വെഹിക്കിളിൻ്റെ ഒരു റേഞ്ചും ഒക്കെയാണ്. അഡാസ് ഫീച്ചേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, അങ്ങനെയുള്ള അഡാസിൻ്റെതായ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. ജസ്റ്റ് ഗ്ലോ ബോക്സും കൂടെ നിങ്ങളെ കാണിച്ചേക്കാം. ഇത്രയാണ് ഗ്ലോ ബോക്സ് വരുന്നത്. പിന്നെ ഈ രണ്ട് സീറ്റും 12 ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത്. ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇനിയിപ്പം നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷങ്ങളോടൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ റാംഗ്ലറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ രീതിയിലൊരു സെൻട്രൽ ടണൽ വരുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നല്ല പോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിയർ ആണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഇതിപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് ഇത്രയും നീ റൂം കിട്ടുന്നുണ്ട്. പിന്നെ ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നല്ല പോലെ ആമ്പിൾ സ്പേസ് കിട്ടുന്നുണ്ട്. ക്രാംഡ് ഫീലൊന്നുമില്ല. കാരണം ബാക്കിലിരിക്കുമ്പോൾ തന്നെ ഇത്രയും നല്ല ഇത്രയും വിൻഡോ ലൈൻ കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ക്രാംഡ് ഫീല് എനിക്ക് കിട്ടുന്നില്ല. കാരണം എല്ലാ സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ തന്നെ പെട്ടെന്ന് വരുന്നുണ്ട്. പിന്നെ തന്നെയല്ല നമ്മൾ നല്ല ഹൈറ്റിലും കൂടി ഇരിക്കുന്നതുകൊണ്ടായിരിക്കണം നമുക്ക് അങ്ങനത്തെ ഒരു ഫീലും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബാക്കിലൊക്കെ നല്ല സോളിഡായിട്ടുള്ള രീതിയിലുള്ള ഒരു എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ഒരു ഫയൽ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റിലും കൊടുത്തിട്ടുണ്ട്. ഹുക്ക് പോലെ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ 2 AC വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ എയർ ഫ്ലോ അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പവർ വിൻഡോ സ്വിച്ചസ് തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. അതിന് താഴെ ഉണ്ട് Type C 2 കൊടുത്തിട്ടുണ്ട്. 2 Type A പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതിനും താഴെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്ലഗ് പോയിന്റ് കൊടുത്തിരിക്കുന്നതാണ്. അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ മൊബൈലൊക്കെ വെക്കാനുള്ള ആ ഒരു ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ചെറിയ എലമെൻറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്യാനുള്ള സ്ഥലം അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ തൈ സപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ എനിക്കൊരു നമുക്കൊരു കംഫോർട്ടബിൾ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇത്രയുള്ള ഒരു സീറ്റിങ്ങിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഒരു നമുക്ക് ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നടുക്ക് ഫോണൊക്കെ ഇങ്ങനെ നേരെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഹെഡ് റെസ്റ്റൊക്കെ 2 ആൾക്കും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നടുക്കിരിക്കുന്ന ആൾക്കും ചെറിയ രീതിയിൽ ഒരു ഹെഡ് റെസ്റ്റ്. പിന്നെ ഇവിടെ നമുക്ക് മുകളിലാണ് സ്പീക്കേഴ്സൊക്കെ കൊടുത്തത്. ഞാൻ ഫ്രണ്ടിലെ പോലെ തന്നെ ഇവിടെ മുകളിലാണ് ആ സ്പീക്കർ കൊടുത്തേക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആ ഡോർ പോക്കറ്റ്സിൽ കൊടുക്കാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ്. ഈ രീതിയിലാണ് ഇവിടെ നമ്മളൊക്കെ കൊടുത്തേണ്ടത്. സ്പോട്ട് ലൈറ്റ്സ് പോലെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. രസമുണ്ട്, അതൊക്കെ കൊള്ളാം. ഇനിയിപ്പോൾ ഡോർ പോക്കറ്റ്സിലേക്ക് വന്ന സെയിം ഫ്രണ്ടിലെ പോലെ തന്നെയാണ്. അവിടെയും ഫയൽ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റെഡ് സ്റ്റിച്ചിങ് ഒക്കെ റെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് ഹാൻഡിലൊക്കെ വേണ്ടി ഈ 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഈ വെഹിക്കിളിൽ 6 എയർ ബാഗ്സ്, കട്ടൻ എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കണ്ടില്ലേ എയർ ബാഗ്സ് കൊടുത്തേക്കുന്നത്, ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമുക്ക് ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനിയിപ്പോൾ ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ റിയർ ആക്സിലൊക്കെ വരുന്ന ഡാനയുടെ 44 HD റിയർ ആക്സിൽ, ഫ്ലോട്ടിംഗ് റിയർ ആക്സിലാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ നമ്മുടെ ഓഫ് റോഡ് സ്പെക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. റൂബിക്കോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒരു ഓഫ് റോഡ് സെൻട്രിക്
വാഹനമാണ്. എന്നാ പറഞ്ഞാൽ ഓൺ റോഡും മോശമല്ല. ഈ ഒരു വെഹിക്കിൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ അൺലിമിറ്റഡിലേക്ക് പോവുകയാണെങ്കിൽ അത് ടയേഴ്സൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾ ടെറൈൻ അല്ല, ഹൈവേ ടെറൈൻ ആണ് വരുന്നതെന്നുള്ള അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ. പിന്നെ റൂബിക്കോണിലുള്ള ഈ മെക്കാനിക്കൽ കാര്യങ്ങളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ആക്സിലുകളുടെയൊക്കെ വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് മെക്കാനിക്കൽ ഡിഫറൻസുകളൊക്കെ നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിൽ വ്യത്യാസം ഈ റൂബിക്കോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അൺലിമിറ്റഡിലേക്ക് വരുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ എഞ്ചിൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇനിയിപ്പോൾ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ റാംഗ്ലറിൻ്റെ ഡ്രൈവ് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് എഞ്ചിൻ സ്പെക്കിലേക്ക് പറയാം. 2 ലിറ്റർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് നമ്മുടെ ഈ ഒരു റാംഗ്ലറിൽ വരുന്നത്. പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 270 HP 400 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെഹിക്കിൾ. നമുക്ക് ഏത് രീതിയിലും വെഹിക്കിൾ എടുത്തിട്ട് പോകാം. നല്ല മാനുവറിറ്റി, ഏത് ചെറിയ റോഡുകളിലാണേലും എങ്ങനെ വേണേലും നമുക്ക് വെഹിക്കിൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി എന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വെഹിക്കിൾ നല്ല റെസ്പോൺസീവ് ആണ്. നമുക്കൊരു അത്യാവശ്യം ഒന്ന് കട്ട് ചെയ്ത് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കാണ് വെഹിക്കിൾ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലും കൺഫ്യൂസിങ് അല്ലല്ലോ. ഓവർടേക്കിങ്ങിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വെഹിക്കിളിൻ്റെ ഒരു റെസ്പോൺസ് എന്നുള്ളത്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സുള്ള ABS, EBD അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത് ഞാൻ എടുത്ത് പറയാത്ത വെച്ചാൽ അണ്ടർസ്റ്റുഡ് ആണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ അതൊക്കെ ഉള്ള ആ ഒരു കാര്യത്തിലൊന്നും. പിന്നെ നമുക്ക് അത് കൂടാതെ തന്നെ അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു റൂബിക്കോണും അൺലിമിറ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞ അൺലിമിറ്റഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഈ പറഞ്ഞ പോലുള്ള എസ്തെറ്റിക് വ്യത്യാസങ്ങളുണ്ട്, കുറച്ച് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മെക്കാനിക്കലുള്ള വ്യത്യാസം. നമുക്ക് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രധാന വ്യത്യാസം പറയുന്നത് നമുക്ക് റിയർ ആക്സിൽ വരുന്നത് ആ ഒരു ഡാനയുടെ 44 HD ആ ഒരു റിയർ ആക്സിൽ, ഫ്ലോട്ടിംഗ് റിയർ ആക്സിലാണ് വരുന്നത്. കുറച്ചുകൂടെ ഓഫ് റോഡ്, ഇതൊരു ഓഫ് റോഡ് സെൻട്രിക്കും കൂടെ ആയതുകൊണ്ട്, രണ്ട് പർപ്പസോടെ മീറ്റ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ വെഹിക്കിൾ കുറെ കൂടെ ഈ മെക്കാനിക്കൽ ആ ഒരു ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പിന്നെ നമ്മുടെ ഒരു ഓവറോൾ കംഫോർട്ടിനെ പറ്റി പറയുവാണെങ്കിൽ അതായത് നമുക്ക് ഏത് റോഡിലും ഒരു അത്യാവശ്യം മോശപ്പെട്ട റോഡിലൂടെ തന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോവുകയാണെങ്കിലും ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു കംഫോർട്ട് എങ്ങും തന്നെ പോകുന്നില്ല. അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടൊരു ജെർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഇതൊരു ലാഡർ ഓൺ ഫ്രെയിം ഷാസിൽ വരുന്നൊരു വെഹിക്കിളാണ്. അപ്പം അതിൻ്റെതായ ചെറിയ രീതിയിലുള്ള ബോഡി റോൾ, പക്ഷെ അതൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോഡി റോളിങ് കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു വെഹിക്കിൾ നമ്മൾ എടുക്കുന്നത് ആ ഒരു നമ്മുടെ എന്താ പറയുന്നത് ഒരു SUV, റിയൽ SUVയുടേതായ ആ ഒരു എല്ലാ കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടാണല്ലോ. അപ്പം അങ്ങനത്തെ, അതായത് നമുക്കൊരു കംഫോർട്ട് കളഞ്ഞുള്ള രീതിയിലുള്ള ഒരു ബോഡി റോളോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബോഡി റോളോ ഇല്ലെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ അതിനെപ്പറ്റി പറഞ്ഞത്. പിന്നെ വേറൊരു വലിയൊരു ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം പറഞ്ഞാൽ, അത്യാവശ്യം നമ്മളൊരു 3 ഡിജിറ്റ് ഫിഗറിലേക്ക് ക്രൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്കതൊരു വലിയ രീതിയിൽ, അല്ലെ ബാക്കിൽ ഇരിക്കുന്നവർക്കോ അല്ലെ നമുക്ക് നമ്മുടെ കോ ഡ്രൈവർ സീറ്റിലൊക്കെ ഇരിക്കുന്ന എന്നോട് എൻ്റെ വൈഫെന്ന് പറഞ്ഞാൽ അത് അകത്തേക്ക് വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് നമുക്ക് അത്രയും ഒരു സ്പീഡിലാണ് പോകുന്നതെന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു 3 ഡിജിറ്റ് ഫിഗർ നമ്മൾ ആ ഒരു സ്പീഡ് ലിമിറ്റ് ഉള്ളിടത്ത് മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പം അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത് അത്രയും നമുക്കൊരു അത് സസ്പെൻഷൻ്റെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഒക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ വെഹിക്കിളിന് നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിലേക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ അപാരമാണ് എന്നുള്ള എടുത്ത് പറയണം. കാരണം നമുക്ക് ഈ എങ്ങനെ വേണേലും വെഹിക്കിൾ ഏത് കണ്ടീഷനിൽ അല്ല ഏത് ടെറൈനിൽ, അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓഫ് റോഡിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് എപ്പോഴും വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കണ്ടീഷനിലും നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം. ഏത് സീറ്റിൽ ഇരിക്കുമ്പോഴല്ല ഈ ഒരു കമാൻഡിങ് പൊസിഷനിലേക്ക് നമുക്ക് കിട്ടുന്നതുകൊണ്ടുള്ള ഒരു പ്രത്യേകതയാണ്. അത് നല്ലൊരു കമാൻഡിങ് പൊസിഷൻ കിട്ടുന്നുണ്ട്, നല്ല റോഡ് നല്ല വിസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ വെഹിക്കിൾ എങ്ങനെ വേണേലും എടുത്തിട്ട് പോകാൻ നമുക്ക് തോന്നും. അതൊക്കെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഇന്ന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ജീപ്പ് പിനാക്കിൾ ഒട്ടത്തുള്ള ഷോറൂമാണ്. നിങ്ങൾക്ക് ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ, ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.
യെസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഷോറൂമിൽ ഒരു അൺലിമിറ്റഡ് കിടപ്പുണ്ട് പറഞ്ഞത്. ഇത് കസ്റ്റമായിട്ട് കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മുടെ ഷോറൂമിൽ നിന്ന് തന്നെ ഇതിൽ നമുക്ക് ലിഫ്റ്റ് കിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ബീൽസ്റ്റിൻ്റെ ചെയ്തേക്കുന്നത് കാണാം. ഇതിൻ്റെ ഒരു ഹൈറ്റ് കണ്ടില്ലേ, ഒരു രക്ഷയില്ല. ദേ ഈ ഒരു ഫ്ലോർ ലെവലിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ? ഇതിൽ പിന്നെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ ഒരു ബോഡി കളർ തന്നെ നമുക്ക് റൂഫിലും കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നമുക്ക് ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇതിപ്പോൾ റെഡ് ആക്കിയിട്ടുണ്ട്. അത് ഒരു കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ്. ആൻഡ് ഈ ഒരു വീൽ ട്രാവൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഒരു ലിഫ്റ്റിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഒരു രക്ഷയില്ല. ഒരു ഹൈറ്റ് അത് തന്നെയാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കിട്ടുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഷോറൂമിൽ ഇത് കണ്ടപ്പോൾ നിങ്ങളെ ഇതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇത് അൺലിമിറ്റഡ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. നമ്മളിപ്പം ഡ്രൈവറിന് കൊണ്ടുവന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് റൂബിക്കോൺ ആണ്. ഇപ്പോൾ ഇതിപ്പം അൺലിമിറ്റഡ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇതിലാണ് ഇതിൻ്റെ ടയർ വരുന്നത് കണ്ടല്ലേ, ഹൈവേ ടെറൈനാണ് ഇതിൽ ടയർ വരുന്നത്. ഒരു ഗ്രില്ലിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ഫുള്ളി കണ്ടില്ലേ, എല്ലാം ഫുൾ ആ റെഡ് ഫിനിഷിൽ തന്നെയാണ് ഇവിടെ തേക്കുന്നത്. ജസ്റ്റ് നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. നമുക്കറിയാവുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോറെല്ലാം നമുക്ക് ആ ഒരു രീതിയിൽ ഫുൾ ഫ്രെയിമോടുകൂടി തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇപ്പം നമുക്കിവിടെ സ്റ്റോക്ക് വണ്ടി കിടപ്പുണ്ട്. വേണ്ട, അൺലിമിറ്റഡ് തന്നെയാണ്. അപ്പോൾ കണ്ട ആ ഒരു ഡിഫറൻസ് കണ്ടില്ലേ, ആ ലിഫ്റ്റ് ചെയ്തപ്പോഴത്തെ ഡിഫറൻസ് ഇതേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ശരിക്കും ഒരു ഹെവി സാധനം കിടക്കുന്നില്ലേ. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ടില്ലേ ആ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു വീൽ ട്രാവലിൻ്റെ ഭാഗമൊക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ. ഇത് സ്റ്റോക്കാണ് ഫുള്ളി. അതെ, ആ ഒരു ബ്ലാക്ക് ഫിനിഷാണ് നമുക്ക് റൂഫ് വരുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്കിനും ഫുള്ളി ആ ഒരു റെഡ് ഫിനിഷ്, ആ ഒരു ബ്ലാക്ക് റൂഫ് വരുന്നതെല്ലാം ഫുള്ളി ബ്ലാക്ക് വരുന്ന ആ ബ്ലാക്ക് റൂഫ് വരുന്ന പോർഷനെല്ലാം ആ ഒരു റെഡ് കളറിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്ത് ഫുൾ റെഡ് ഫിനിഷിലേക്ക് മാറ്റി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വെഹിക്കിളിൻ്റെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഇതൊന്ന് കാണിച്ചത്. ഓക്കെ.